മഴ കാരണം പ്രൊഡക്ഷനിൽ വരുന്ന കുറവ് നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയും അതിന് ഒരു കണക്കുണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ ഏത് സോളാർ പാനൽ വാങ്ങി വെച്ചാലും നമുക്ക് വേനൽക്കാലത്ത് 5-5.5 യൂണിറ്റ് ഒക്കെ വരെ പവർ ജനറേഷൻ ഉണ്ടാകും. മഴക്കാലത്ത് ഇത് 2.5 യൂണിറ്റ് 3 യൂണിറ്റ് ആയിട്ട് കുറയുകയും ചെയ്യും. അതായത് ഒരു വർഷം മൊത്തം നോക്കുമ്പോൾ 4 യൂണിറ്റ് ആവറേജ് കിട്ടുന്നത്. ഈ 4 യൂണിറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മഴക്കാലത്ത് വരുന്ന കുറവിനെ നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ ടാക്കിൾ ചെയ്യുന്നുണ്ട്. മഴക്കാലത്ത് പവർ ജനറേഷൻ കുറയുമോ എന്ന് ചോദിച്ചാൽ, നല്ല കാർമേഘം കുത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ആ സമയത്ത് ജനറേഷൻ ഉണ്ടാവില്ല, ജനറേഷൻ കുറവായിരിക്കും. പക്ഷേ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും മഴ പെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ജനറേഷൻ ഉണ്ടാവും. ഇതിന് മേലിൽ ഈ സോളാർ പാനൽസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആവുന്ന പൊടിയിൽ നിന്നാണ്. സോളാർ പാനലിൻ്റെ മേലിൽ പൊടി അക്യുമുലേറ്റഡ് ആണെങ്കിൽ മഴ പെയ്ത് കഴിയുമ്പോൾ ഈ പൊടി വാഷ് ഓഫ് ആയി കിട്ടും. ആ സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ലൈറ്റിൽ പോലും നമുക്ക് നല്ല പവർ ജനറേഷൻ ഉണ്ടാവും. അത് മാത്രമല്ല, ക്ലിയർ സ്കൈ ഉണ്ടെങ്കിലും നമുക്ക് കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു രസകരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ ഉപയോഗിക്കുന്ന സെയിം പാനൽ നമ്മൾ ജമ്മു കാശ്മീരിലാണ് കൊണ്ടുപോയി വെക്കുന്നതെങ്കിൽ ഇവിടെ 4 യൂണിറ്റ് ഉള്ളത് അവിടെ 7 യൂണിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ക്ലിയർ സ്കൈ ഉണ്ട്, ലൈറ്റ് എനർജി കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് അവിടെയുണ്ട്. ലൈറ്റാണ് സോളാർ പവർ ജനറേറ്റ് ചെയ്യുന്നത്, ഹീറ്റ് അല്ല. ഹീറ്റ് അല്ല, അന്തരീക്ഷത്തിൽ എന്തൊരു ടെമ്പറേച്ചർ ഉണ്ടെന്നുള്ളത് അതൊരു 22 to 28 ഡിഗ്രി സെൽഷ്യസിനിടയിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ലൈറ്റിൽ നിന്ന് നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും.